ലോകത്തിന്റെ ജീവനാഡിയായ ഊർജ്ജ മേഖലയിൽ കൂടി കൈവച്ചതോടെ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒറ്റപ്പെടുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഗൾഫ് രാജ്യങ്ങളടക്കം പുതിയ ആക്രമണത്തെ അപലപിച്ചും കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും ഇറാൻ അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്നതിനിടെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും നെതന്യാഹുവിനെ ഒറ്റപ്പെടുത്തുന്ന പ്രതികരണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇറാനിലെ നിർണായകമായ സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡിൽ ഇസ്രയേൽ ഇനി ആക്രമണം നടത്തില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതോടെയാണ് യുദ്ധത്തിൽ നെതന്യാഹു ഒറ്റപ്പെട്ടുവെന്ന വിലയിരുത്തലുകളുള്ളത്. മധ്യേഷ്യയിൽ നടന്നതിൽ രോഷം കൊണ്ട് ഇസ്രയേൽ ഇറാനിലെ സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡ് എന്നറിയപ്പെടുന്ന ഒരു പ്രധാന സൗകര്യത്തിനെതിരെ അക്രമാസക്തമായി ആക്രമണം നടത്തിയെന്നാണ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പറഞ്ഞത്. മൊത്തത്തിൽ താരതമ്യേന ചെറിയൊരു വിഭാഗത്തിന് മാത്രമേ ഇത് ബാധിച്ചിട്ടുള്ളൂ. സൗത്ത് പാസ് ആക്രമണങ്ങളിൽ നിന്ന് വാഷിംഗ്ടണിനെ അകറ്റി നിർത്താൻ ട്രംപ് തിടുക്കം കാണിച്ചു. ഇത് പൂർണ്ണമായും ഒരു ഇസ്രയേലി ഓപ്പറേഷൻ മാത്രമാണെന്ന് അവകാശപ്പെട്ടു. ഈ പ്രത്യേക ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഖത്തർ എന്ന രാജ്യം ഒരു തരത്തിലും രൂപത്തിലും ഇതിൽ ഉൾപ്പെട്ടിരുന്നില്ല. അത് സംഭവിക്കുമെന്ന് അവർക്കൊരു ധാരണയും ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗൾഫ് മേഖലയിലുടനീളം ഇറാൻ പ്രതികാരം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ എന്നിവിടങ്ങളിലെ 5 ഊർജ സൗകര്യങ്ങൾ വരും മണിക്കൂറുകളിൽ ലക്ഷ്യമിടുന്നു എന്ന് ഇറാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പിന്നാലെ അമേരിക്കൻ മുൻ ഭീകരവിരുദ്ധ മേധാവി ജോസഫ് കെന്റിന്റെ പ്രതികരണം കൂടി പുറത്തു വന്നു. ഇറാന്റെ പക്കൽ ആണവായുധങ്ങളുണ്ടെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം പൂർണ്ണമായും തെറ്റാണെന്നും ഈ യുദ്ധം അമേരിക്കയെ അനാവശ്യമായി തള്ളിവിട്ടതാണെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രശസ്ത പോഡ്കാസ്റ്റർ ഡക്കർ കാൾസണുമായുള്ള അഭിമുഖത്തിലാണ് തന്റെ രാജിക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ കെന്റ് വെളിപ്പെടുത്തിയത്. ഇറാനെതിരെ നടപടിയെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് അമേരിക്കയെ നയിച്ചത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരാണെന്ന് കെന്റ് കുറ്റപ്പെടുത്തി. ഈ നീക്കം വലിയൊരു സംഘർഷ പരമ്പരയ്ക്ക് തുടക്കമിടുന്നുവെന്നും ഇറാൻ തിരിച്ചടിക്കുമെന്നും വ്യക്തമായ ബോധ്യത്തോടെയാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോയത്. ഫെബ്രുവരി 28 നടന്ന ആക്രമണങ്ങൾ ദേശീയ സുരക്ഷയെ മുൻനിർത്തിയാണെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഇറാൻ ആണവായുധ നിർമ്മാണത്തിന്റെ അടുത്തെങ്ങും എത്തിയിരുന്നില്ലെന്ന് കെന്റ് സാക്ഷ്യപ്പെടുത്തുന്നു. 2004 മുതൽ ഇറാൻ പുറപ്പെടുവിപ്പിച്ചിട്ടുള്ള മതപരമായ വിലക്ക് ലംഘിക്കപ്പെട്ടതായി യാതൊരു രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധം അമേരിക്കയ്ക്ക് ഗുണകരമായില്ലെന്നും പകരം അവിടെയുള്ളവരെ കൂടുതൽ കരുത്തരാക്കുകയാണ് ചെയ്തതെന്നും കെന്റ് നിരീക്ഷിച്ചു.